പകർച്ചവ്യാധി വ്യാപനത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുകയാണെന്ന് ടി.വി. എബ്രഹാം എം.എൽ.എ. മഞ്ഞപ്പിത്തത്തിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കിയെന്ന് ആരോഗ്യമന്ത്രി. പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നുണ്ടെന്നും വീണ ജോർജ്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നടത്തുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനവും ഓരോ വിഭാഗങ്ങളിലായി തുടർച്ചയായി നൽകി വരുന്നുണ്ട്. നന്ദി പ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയും. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിൽ കയറിപ്പിടിച്ച് ബി.ജെ.പി. പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കി. കേരളത്തിൽ നിന്നുള്ള പുതിയ എം.പിമാർ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും അപകടയാത്ര. തെലങ്കാന രജിസ്ട്രേഷൻ കാർ കസ്റ്റഡിയിലെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപന്തൽ റോഡിന്റെ തകർച്ചയിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. തകർന്നു തരിപ്പണമായി മലപ്പുറം പരപ്പനങ്ങാടി കൊടപ്പാളി റോഡ്. ഇത് റോഡാണോ തോടാണോ കുളമാണോ എന്നൊന്നും മനസ്സിലാകാത്തൊരു സാഹചര്യമാണുള്ളത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര. ഇന്നാവ കുഴിയടയ്ക്കാം. എ.കെ.ജി. സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന 2ാം പ്രതി അറസ്റ്റിൽ. സുഹൈൽ ഷാജഹാൻ പിടിയിലായത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രകനെന്ന് അന്വേഷണ സംഘം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത് അടിത്തറയിളകിയ പരാജയമെന്ന് CPM. ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകളിലും ബി.ജെ.പി. വോട്ടുയർത്തി. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായി. പരാമർശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ. യൂറോപ്പ് ക്വാർട്ടറിൽ ഇടം നേടി ഫ്രാൻസും പോർച്ചുഗലും. സ്ലൊവാനിക്കെതിരായ പോർച്ചുഗലിന്റെ ജയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. പോർച്ചുഗലിന്റെ രക്ഷകനായ ഡീഗോ കോസ്റ്റ ഇന്ന് നെതർലൻഡ്സ് റൊമാനിയയെയും ഓസ്ട്രിയ തുർക്കിയെയും നേരിടും.